ഹലോ മക്കളെ, നിങ്ങളിൽ പലരും ഇപ്പോൾ നമ്മുടെ നെക്സ്റ്റ് എക്സാമിന് വേണ്ടി തയ്യാറെടുക്കുന്നുണ്ടാവും. അപ്പോൾ നിങ്ങൾക്കൊരു ഡൗട്ട് ഉണ്ടാവും, ഓരോ സബ്ജക്റ്റിലും എന്തൊക്കെ ടോപ്പിക്കുകളാണ് ഡീറ്റെയിൽ ആയിട്ട് പഠിക്കേണ്ടത്. അപ്പോൾ പലർക്കും ആ ഒരു കൺഫ്യൂഷൻ ഉണ്ടാവും. നമുക്ക് ഈ നെക്സ്റ്റ് എക്സാമിൻ്റെ സിലബസ് ഒന്ന് ചെക്ക് ചെയ്യാം. ഓരോ സബ്ജക്റ്റിനെയും നമുക്ക് നോക്കാം. ആദ്യമായി ഫിസിക്സിനകത്ത് നമുക്ക് മെയിനായിട്ടുള്ള ചാപ്റ്റേഴ്സ് ഇപ്പോൾ നിങ്ങൾക്ക് സ്ക്രീനിൽ കാണാൻ പറ്റും. ഫോഴ്സ് ആൻഡ് ഫ്രിക്ഷൻ എന്നുള്ള ടോപ്പിക്കാണ് ആദ്യം വരിക. അതിൽ എന്താണ് ഫോഴ്സ്, സ്കെലാർ ആൻഡ് വെക്ടർ ക്വാണ്ടിറ്റി എന്താണ്, പിന്നെ ഫ്രിക്ഷൻ എന്താണ്, ഈ കാര്യങ്ങളാണ് വരിക. സൗണ്ട് എന്നുള്ള ടോപ്പിക്കിനകത്ത് സൗണ്ടിൻ്റെ പ്രോപ്പർട്ടീസ്, വേവ് ലെങ്ത്, ഫ്രീക്വൻസി പോലുള്ള ടോപ്പിക്കുകൾ, പിന്നെ നാച്ചുറൽ ഫ്രീക്വൻസി, പ്രൊപ്പഗേഷൻ, അൾട്രാസോണിക് ആൻഡ് ഇൻഫ്രാസോണിക്, ഇങ്ങനെയുള്ള ടോപ്പിക്കുകളായിരിക്കും വരിക. ലൈറ്റ് നമുക്കറിയാം, റിഫ്ലക്ഷൻ, റിഫ്രാക്ഷൻ, ലൈറ്റിൻ്റെ പ്രോപ്പർട്ടീസ്, അതുപോലെ ലോസ് ഓഫ് ലൈറ്റ്, മിറേഴ്സ്, ലെൻസ്, ഇങ്ങനെയുള്ള ടോപ്പിക്കുകളാണ് മെയിനായിട്ട് നമ്മുടെ ലൈറ്റ്, റിഫ്ലക്ഷൻ ആൻഡ് റിഫ്രാക്ഷൻ എന്നുള്ള ടോപ്പിക്കിൽ നിങ്ങൾക്ക് വരിക. അതുപോലെ തന്നെ സ്കാറ്ററിങ്, റെയിൻബോ ഫോർമേഷൻ, ഡിസ്പേർഷൻ, ഇങ്ങനെയുള്ള കാര്യങ്ങളും ഒന്ന് ഫോക്കസ് ചെയ്യണം. പിന്നീട് വരിക മോഷൻ ഇൻ എ സ്ട്രെയിറ്റ് ലൈൻ ആണ്. എന്താണ് മോഷൻ, ടൈപ്സ് ഓഫ് മോഷൻ എന്തൊക്കെയാണ്, നമുക്ക് ലോസ് ഓഫ് മോഷൻ ഉണ്ടെന്ന് നിങ്ങൾക്കറിയാം, ആ കാര്യങ്ങൾ എന്തൊക്കെയാണ്. പിന്നെ ഈ കാര്യങ്ങളൊക്കെയാണ് മെയിനായിട്ട് ഈ ചാപ്റ്ററിൽ നിങ്ങൾ നോക്കേണ്ടത്. പിന്നീട് വരുന്നത് ഗ്രാവിറ്റേഷൻ. എന്താണ് യൂണിവേഴ്സൽ ലോ ഓഫ് ഗ്രാവിറ്റേഷൻ, മാസ് വെയിറ്റ് തമ്മിലുള്ള ഡിഫറൻസ്, ആക്സലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി, ഫ്രീ ഫോളിൻ്റെ കോൺസെപ്റ്റ്, ഇങ്ങനെയുള്ള കാര്യങ്ങളാണ് ഇവിടെ നിങ്ങൾ ഫോക്കസ് ചെയ്യേണ്ടത്. ആൻഡ് ലാസ്റ്റ്ലി വർക്ക്, എനർജി ആൻഡ് പവർ. ഇവിടെ വർക്ക്, ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് വർക്ക് എന്താണ്, പിന്നെ കൈനറ്റിക് എനർജി, പൊട്ടൻഷ്യൽ എനർജി കോൺസെപ്റ്റുകൾ, അതുപോലെ ലോസ് ഓഫ് കൺസർവേഷൻ ഓഫ് എനർജി, പവർ, ഈ ടോപ്പിക്കുകളാണ് മെയിനായിട്ട് നിങ്ങൾ ഫിസിക്സിൽ ഫോക്കസ് ചെയ്യേണ്ടത്. അടുത്തത് വരുന്നത് കെമിസ്ട്രിയാണ്. കെമിസ്ട്രിയിലെ ടോപ്പിക്കുകൾ നമുക്ക് നോക്കാം. ഫസ്റ്റ് ആൻഡ് മെയിൻ ഇമ്പോർട്ടൻറ്റ് ടോപ്പിക് സ്ട്രക്ചർ ഓഫ് ആറ്റം, ഡാൾട്ടൻ്റെ ആറ്റോമിക് തിയറി, പിന്നെ സബ് ആറ്റോമിക് പാർട്ടിക്കിൾസ്, പ്രോട്ടോൺ, ന്യൂട്രോൺ, ഇലക്ട്രോൺ പോലുള്ള കോൺസെപ്റ്റുകൾ, ബോറിൻ്റെ മോഡൽ, നമ്മുടെ നിലവിൽ ഏറ്റവും അപ്ഡേറ്റഡ് ആയിട്ട് പഠിക്കുന്ന ഒരു മോഡലാണ് ബോർ മോഡൽ, പിന്നെ കെമിക്കൽ ബോണ്ടിങ്ങിൻ്റെ ബേസിക്സ്, പിന്നെ പ്രോപ്പർട്ടീസ് ഓഫ് മാറ്റർ ആണ് അടുത്ത് വരുന്നത്. സ്റ്റേറ്റ്സ് ഓഫ് മാറ്റർ, ചേഞ്ച് ഓഫ് സ്റ്റേറ്റ്, എങ്ങനെയാണ് സോളിഡ് ലിക്വിഡ് ആവുക, ലിക്വിഡിൽ നിന്ന് വേപ്പറിലേക്കുള്ള ട്രാൻസിഷൻസ്, ഡിഫ്യൂഷൻ, മിക്സ്ചേഴ്സ്, ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് മിക്സ്ചേഴ്സ്, പ്യുവർ സബ്സ്റ്റൻസുകൾ, ഈ കോൺസെപ്റ്റുകൾ അടുത്ത് ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്ന ടോപ്പിക്കാണ്. പിന്നീട് റിഡോക്സ് റിയാക്ഷൻ വരുന്നുണ്ട്. റിഡോക്സ് റിയാക്ഷൻസിനകത്ത് ഓക്സിഡേഷൻ എന്താണ്, റിഡക്ഷൻ എന്താണ്, ഡിസ്പ്ലേസ്മെൻറ്റ് എന്താണ്, മെയിനായിട്ട് നമ്മൾ പഠിക്കുക ഇതാണ്. അതുപോലെ തന്നെ റിയാക്ടിവിറ്റി സീരീസിൽ കൂടുതൽ റിയാക്റ്റീവ് ആയിട്ടുള്ള ആൾ, ലെസ് റിയാക്റ്റീവ് ആയിട്ടുള്ള ആൾ ഡിസ്പ്ലേസ് ചെയ്യും, അങ്ങനെയുള്ള കോൺസെപ്റ്റുകൾ നമ്മൾ അറിയണം. പിന്നെ ആസിഡ്, ബേസ് ആൻഡ് സോൾട്ട്, ആസിഡ്സിൻ്റെയും ബേസിൻ്റെയും സോൾട്ടിൻ്റെയും ജനറൽ പ്രോപ്പർട്ടീസ്, pH, ഈ കോൺസെപ്റ്റുകളാണ് നിങ്ങളിവിടെ മെയിനായിട്ട് ഫോക്കസ് ചെയ്യേണ്ടത്. അടുത്ത സബ്ജക്റ്റ് ബയോളജിയാണ്. ബയോളജിയിൽ ഫസ്റ്റ് സെൻസ് ഓർഗൻസ്, ഐസ്, ഇയേഴ്സ്, അതിൻ്റെ പാർട്സ്, ഫങ്ഷൻസ്, ഈ കാര്യങ്ങളാണ് ആദ്യമേ പഠിക്കേണ്ടത്. ന്യൂറോൺ എന്നുള്ള ടോപ്പിക്കിനകത്ത് എങ്ങനെയാണ് സ്ട്രക്ചർ ഓഫ് ന്യൂറോൺ വരുന്നത്, ന്യൂറോണുകളുടെ ഫംഗ്ഷൻ, അതുപോലെ ബ്രെയിൻ്റെ പാർട്സ്, അതിൻ്റെ ഫങ്ഷൻസ്, ഫോട്ടോസിന്തസിസ്, ലൈറ്റ് ആൻഡ് ഡാർക്ക് റിയാക്ഷൻസ് എന്താണെന്ന് നിങ്ങൾ അറിയണം. റെസ്പിറേഷൻ, അനേറോബിക് ആൻഡ് എയറോബിക് റെസ്പിറേഷൻസ് ഉണ്ട്, ഗ്ലൈക്കോളിസിസ് ഉണ്ട്, ക്രെബ് സൈക്കിൾ ഉണ്ട്, ഈ കാര്യങ്ങളൊക്കെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. പ്രത്യേകിച്ച് ക്രെബ് സൈക്കിൾ ഇമ്പോർട്ടൻ്റ് ആണ്. എക്സ്ക്രീഷൻ ടോപ്പിക്കിനകത്ത് എക്സ്ക്രീഷൻ, അതിൻ്റെ ഇമ്പോർട്ടൻസ്, നമ്മുടെ ഹ്യൂമൻ ബീങ്സിലുള്ള എക്സ്ക്രീറ്ററി സിസ്റ്റം എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത്, നെഫ്രോൺ, യൂറിൻ ഫോർമേഷൻ പോലുള്ള ടോപ്പിക്കുകൾ ഇമ്പോർട്ടൻ്റ് ആണ്. പ്ലാന്റ്സിലുള്ള എക്സ്ക്രീഷൻ സിസ്റ്റവും ഹീമോഡയാലിസും നിങ്ങൾ എന്തായാലും ഫോക്കസ് ചെയ്യണം. പിന്നീട് വരുന്നത് ഹോർമോൺസ് ആണ്. പ്ലാന്റ് ഹോർമോൺസ്, എൻഡോക്രൈൻ സിസ്റ്റം, അഡ്രീനൽ ഗ്ലാൻഡ്, തൈറോയ്ഡ് ഗ്ലാൻഡ്, പാൻക്രിയാസ്, പാരാതൈറോയിഡ്, ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം നിങ്ങൾ ബയോളജിയിൽ ഫോക്കസ് ചെയ്യണം. ആൻഡ് ലാസ്റ്റ് ആൻഡ് ഫൈനൽ മാത്തമാറ്റിക്സ്. സോ മാത്സിൽ ഫസ്റ്റ് നിങ്ങൾ ഫോക്കസ് ചെയ്യുന്നത് നമ്പർ സിസ്റ്റമാണ്. നാച്ചുറൽ നമ്പേഴ്സ്, ഹോൾ നമ്പേഴ്സ്, ഇൻറ്റീജർ, റാഷണൽ, ഇറാഷണൽ നമ്പേഴ്സ്, നെഗറ്റീവ് നമ്പേഴ്സ്, ഇങ്ങനെ നമ്പേഴ്സിൻ്റെ ഡിഫറെൻറ്റ് ടൈപ്സും അതിൻ്റെ പ്രോപ്പർട്ടീസ് നിങ്ങൾ അറിഞ്ഞിരിക്കണം. അടുത്ത ആൾജിബ്രയാണ്. അവിടെ 1 വേരിയബിൾ ഇക്വേഷൻസ്, ഐഡൻറ്റിറ്റീസ് എല്ലാം നിങ്ങൾ ശ്രദ്ധിക്കണം. ഫാക്ടറൈസേഷൻസിൽ സ്ക്വയർ റൂട്ട്, ക്യൂബ് റൂട്ട്, പവേഴ്സ്, ഇങ്ങനെയുള്ള കോൺസെപ്റ്റുകൾ നിങ്ങൾ ശ്രദ്ധിക്കണം. സ്റ്റാറ്റിസ്റ്റിക്സ് ആൻഡ് ഇറ്റ്സ് ബേസ്, മീൻ, മീഡിയൻ, മോഡ് പോലുള്ള കോൺസെപ്റ്റുകളാണ് മെയിനായിട്ട് ഫോക്കസ് ചെയ്യേണ്ടത്. റിയൽ നമ്പേഴ്സ്, ന്യൂ നമ്പേഴ്സ് കോൺസെപ്റ്റുകൾ നിങ്ങൾ അറിഞ്ഞിരിക്കണം. പിന്നെ എക്സ് ആൻഡ് വൈ, 2 വേരിയബിളുള്ള ഇക്വേഷൻസ്, അതിൻ്റെ സോൾവിങ് കാര്യങ്ങളെല്ലാം നിങ്ങൾ അറിയണം. പോളിനോമിയൽസ് എന്നുള്ള ടോപ്പിക്കും നിങ്ങൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. എങ്ങനെയാണ് പോളിനോമിയൽസിൻ്റെ ഐഡൻറ്റിറ്റീസ് വരിക, അതെങ്ങനെയാണ് നമ്മൾ റീഅറേഞ്ച് ചെയ്യുക, ഈ കാര്യങ്ങളെല്ലാം ശ്രദ്ധിക്കുക. അരിത്തമെറ്റിക് പ്രോഗ്രഷൻസ്, ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് അരിത്തമെറ്റിക് പ്രോഗ്രഷൻസ് ഉണ്ട്, അതിൻ്റെ ക്യാരക്ടേഴ്സ്, ഇക്വേഷൻസ് എല്ലാം അറിഞ്ഞിരിക്കണം. ക്വാഡ്രാറ്റിക് ഇക്വേഷൻ, എങ്ങനെയാണ് ക്വാഡ്രാറ്റിക് ഇക്വേഷൻ്റെ ഫാക്ടറൈസേഷൻ വരുന്നത്, അതുപോലെ സൊല്യൂഷൻ, ഇത്രയും കാര്യങ്ങൾ മാത്സിൽ നിങ്ങൾ ഫോക്കസ് ചെയ്യണം. ഇപ്പോൾ ഏറെക്കുറെ എന്താണ് സിലബസ് വരിക എന്നുള്ളത് ഞാനൊന്ന് ബ്രീഫ് ചെയ്തിട്ടുണ്ട്. ഈ ഒരു ഐഡിയാസ് എല്ലാം വെച്ച് നിങ്ങൾ ഉഷാറായിട്ട് നെക്സ്റ്റ് എക്സാമിന് വേണ്ടി പ്രിപ്പയർ ചെയ്യുക. നമുക്ക് ഇനിയും ഫ്യൂച്ചറിൽ കാണേണ്ടിയിരിക്കുന്നു. സോ അതുവരേക്കും ബൈ ബൈ.